നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റണമെന്ന പ്രഖ്യാപനവുമായി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. രാജ്യത്തിന് പുറത്തുള്ളവർ കേരളത്തിന്റെ മികവ് അറിയണമെന്നും അതിനാവശ്യമായ പരിഷ്കാരം കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വേണമെന്നും അതിനിപ്പോഴുള്ള നേട്ടം മതിയാവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി കോഴിക്കോട് വിദ്യാർത്ഥികളുമായി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പഠിക്കാനും മറ്റുമായി വിദേശത്ത് പോയവരെ തിരികെ കൊണ്ടുവരുമെന്നും ഇതിനായി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വഴി പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റുമായി കടൽ കടക്കുന്ന മലയാളിയുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് ഓരോ വർഷവും രേഖപ്പെടുത്തുന്നത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ നേട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. ഭാവി മുന്നിൽ കണ്ടാണ് സർക്കാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയവയ്ക്ക് തുടക്കമിട്ടത്. കേരളം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. രാജ്യത്തെ 200 മികച്ച കോളേജുകളിൽ 41 കേരളത്തിലാണ്. വിദ്യാഭ്യാസ രംഗത്തെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് നടന്ന പരിപാടിക്കിടെയായിരുന്നു മുഖ്യമന്ത്രി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കൂടാതെ ഡോക്ടർമാർ തൊഴിൽ മേഖലയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു, അതുപോരാ ഗവേഷണ രംഗത്തേക്ക് വരണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഗവേഷണ മേഖലയിൽ ലോക നിലവാരത്തിലേക്ക് എത്താൻ കേരളത്തിന് കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പ്രതിഭയുള്ള വിദ്യാർത്ഥികളിൽ പലരും വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ഇവരെ തിരിച്ചെത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രസ്താവന പുറത്തു വന്നതോടുകൂടി പക്ഷേ സോഷ്യൽ മീഡിയയിലെല്ലാം പരിഹാസങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആദ്യം നേതാക്കളുടെ മക്കളെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. ഏതൊക്കെ നേതാക്കളുടെ മക്കളാണ് വിദേശത്ത് നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയതെന്ന് ഒരു കണക്കെടുക്കുന്നത് നല്ലതാകുമെന്നും വിമർശനമുണ്ട്. പാവപ്പെട്ടവർ ലോൺ എടുത്തും കടം വാങ്ങിയുമാണ് പഠിക്കാൻ പോകുന്നതെന്നും അല്ലാതെ നാട്ടുകാരുടെ പണത്തിലല്ല പോകുന്നതെന്നും ആക്ഷേപിക്കുന്നവരുമുണ്ട്. കൂടാതെ വിദേശ സർവകലാശാലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ബജറ്റും സർക്കാരിനെതിരെ ജനത്തിനെ തിരിയാൻ പ്രേരിപ്പിച്ചിരുന്നു. വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച് ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉരുണ്ടു കളിക്കുകയാണ് ഇപ്പോൾ CPM. വിദേശ സർവകലാശാലകൾ നാളെ നടപ്പാക്കുമെന്നല്ല, സാധ്യതകൾ പരിശോധിക്കുമെന്നാണ് ബജറ്റിൽ പറഞ്ഞതെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അതിനുശേഷം പറഞ്ഞത്. വിദേശ സർവകലാശാലകൾക്ക് അന്നും ഇന്നും CPM എതിരാണ്. എന്നാൽ പാർട്ടിയും സർക്കാരും രണ്ടാണ്. പാർട്ടി നിലപാടുകളും തീരുമാനങ്ങളും അതേപടി സർക്കാരിന് നടപ്പാക്കാനാകില്ല. സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന നാടല്ല ഇത്. വിദേശ സർവകലാശാലകൾ എന്നത് കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയ കാര്യമാണ്. സർക്കാർ എന്ന നിലയിൽ കേരളത്തിൽ ഇക്കാര്യത്തിൽ നിലപാടെടുക്കാതെ മാറി നിൽക്കാനാകില്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രം പറഞ്ഞപടി കോപ്പിയടിക്കാനല്ല കേരളം തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പരിശോധിക്കാമെന്ന് ബജറ്റിൽ പരാമർശിച്ചത്. ആരോടെല്ലാം ചർച്ച നടത്താമോ അവരുമായെല്ലാം സംസാരിക്കുമെന്നാണ് പിന്നീട് ഇതിന് വിശദീകരണം പാർട്ടി നൽകിയത്.